തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള വാഹന അനൗൺസ്മെന്റിനിടെ ഗണേഷ് കുമാറിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് പരാതി. പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായാണ് UDF പ്രചാരണമെന്നാണ് ആരോപണം. നടത്തിയ പീഡനം കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തന്റെ പ്രണയമാണെന്നും 5000-ലധികം പ്രണയങ്ങൾ തനിക്കുണ്ടെന്നും വിളിച്ചു പറഞ്ഞ് ഈ നാട്ടിലെ സ്ത്രീത്വത്തെ മുഴുവൻ ആക്ഷേപിച്ചത് താങ്കൾ ഓർമ്മയുണ്ടോ? ഉണ്ട്. പത്മ കഫയുടെ പേരിൽ കോടിക്കണക്കിന് അഴിമതി നടത്തിയ, ചോദ്യം ചോദിക്കുന്നവരെ ആക്രമിക്കുകയും എച്ചിൽ നക്കികൾ എന്നും അലവലാദികൾ എന്നും സംബോധന ചെയ്ത് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ജനപ്രതിനിധി ചീഫ് ഇലക്ഷൻ ഏജന്റ് വരണാധികാരിക്ക് പരാതി നൽകി AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, ഈ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിക്കപ്പുറമുള്ളതാണ് എന്നതാണ് ആരോപണം. അതായത് മാധു, മന്ത്രി KP ഗണേഷ് കുമാറിന്റെ ഇല്ലെങ്കിൽ നിലവിലെ LDF സ്ഥാനാർത്ഥിയുടെ കുടുംബകാര്യങ്ങൾ ഇല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ പ്രചരണ വിഷയമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാഹനങ്ങളിലൂടെ അനൗൺസ്മെന്റ് നടത്തി ഗണേഷ് കുമാറിനെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹത്തിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് നൽകിയിരിക്കുന്ന പരാതി. നമ്മൾ നേരത്തെ കണ്ട ആ അനൗൺസ്മെന്റ് അതുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപമുള്ളത്. മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഇല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് ഉന്നയിക്കുകയും അദ്ദേഹം അതിന് ചില മറുപടികൾക്ക് നൽകിയിരുന്നു. ആ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് അത് പ്രചരണ വിഷയമാക്കി ഉപയോഗിക്കുന്നു എന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന പരാതി. ഈ പ്രചരണം അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് UDF പത്തനാപുരത്ത് നടത്തുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഏജന്റ് നിലവിൽ നൽകിയിരിക്കുന്ന പരാതി. എന്തായാലും പരാതി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം ഉയർന്ന വിവാദം പരാമർശിച്ചുള്ള അനൗൺസ്മെന്റിനെതിരെയാണ് ഇപ്പോൾ വരണാധികാരിക്ക് മുന്നിലേക്ക് പോയിരിക്കുന്നത്.